മാർപ്പാപ്ലാനിയിലായിരുന്നു വിമതരുടെ വിശ്വാസം. മാർപ്പാപ്ലാനി നൈസായി അങ്ങ് തേച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പാഴൂർ പടിക്കൽ കവടി നിരത്താനുള്ള ഒരുക്കത്തിലാണ് മുണ്ടാടനും കൂട്ടരും. ഇപ്പോ ശരിയാകുമെന്ന ഉറപ്പിലാണ് എറണാകുളം ബിഷപ്പ് ഹൗസിൽ കയറി പ്രാർത്ഥിക്കണമെന്ന തീവ്രമായ ഉൾവിളി ഉണ്ടായി വേലി ചാടി അരമനയ്ക്കുള്ളിൽ കയറിയിരുന്നത്. അവിടെ കിടന്ന് അർമാദിച്ചപ്പോൾ പുറത്തു പറയാൻ കൊള്ളാത്ത ഭാഗത്ത് പോലും പോലീസ് ഉമ്മ വെച്ചതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ചിലർക്ക് അന്ന് തുടങ്ങിയ മുട്ടിൽ വീഴുന്ന മുള്ളൽ നോൺ സ്റ്റോപ്പായി ഇന്നും തുടരുകയാണ്. പോലീസ് അവരെ ആക്രമിച്ചു എന്നാണ് ഇപ്പോഴത്തെ പരാതി. അവർ ഞങ്ങളെ വലിച്ചിഴച്ചു, ഞങ്ങളുടെ തിരുവസ്ത്രം 32 വലിച്ചു കീറി ഭാഗിച്ചെടുത്തു. ഇതെല്ലാം തിരുവെടുത്ത് പൂർത്തിയാക്കേണ്ടതാകാൻ മാത്രമായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. പക്ഷെ എത്ര ക്ഷമിച്ചാലും പോലീസും കോടതിയും ക്ഷമിക്കാൻ തയ്യാറല്ല. അവർക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല. അവർ ക്ഷമിച്ചാൽ നാളെ അടുത്ത കൂട്ടരും അവരെ കയറി മേയും. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന വിശ്വാസികൾക്കും ചിലത് പറയുവാനുണ്ട്. ഈ വിഷയം പരിശുദ്ധ മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും അറിയിക്കണം. സീറോ മലബാർ സിനഡിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കുക. സിനഡിന് നൽകിയ സ്വയ അധികാരങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കുക. ഏകീകൃത പരിശുദ്ധ കുർബാന അർപ്പണത്തിനായി പുതിയ പേപ്പൽ ഡെലിഗേറ്റിനെ നിയമിക്കുക. അദ്ദേഹം ദിനംപ്രതി പരിശുദ്ധ പിതാവുമായി നേരിട്ട് ചർച്ച ചെയ്ത് ഈ അതിരൂപതയെ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയന്ത്രണം നേരിട്ട് മാർപ്പാപ്പയുടെ കീഴിലാക്കുക, അല്ലെങ്കിൽ അതിരൂപതയുടെ ഭരണം കഴിവുള്ള ഒരു ലത്തിൻ ആർച്ച് ബിഷപ്പിന് നൽകുക. തൽക്കാലം വരാപ്പുഴ അതിരൂപത മെത്രോപൊലിത്തയ്ക്ക് നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. വിമത വൈദികർക്കെതിരെ ഉടൻ തന്നെ നടപടികൾ എടുക്കണം. സഭയുടെ ഐക്യം തകർക്കുന്ന വൈദികർക്കും അൽമായയ്ക്കും വലിയ മഹറോൻ ശിക്ഷ അടിയന്തരമായി പ്രഖ്യാപിക്കണം. പള്ളിയോഗം പോലുള്ള സമ്പ്രദായങ്ങൾ പുനഃസ്ഥാപിക്കണം. പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ മാത്രമല്ല പാരമ്പര്യം സംരക്ഷിക്കപ്പെടേണ്ടത്. പുരോഹിതരെ സീറോ മലബാർ സഭയിൽ വിവാഹം ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. വാസ്തവത്തിൽ അത് നസ്രാണി സഭയുടെ പാരമ്പര്യം കൂടിയാണ്. വിവാഹം അനുവദിച്ചാൽ ഈ പുരോഹിതരുടെ 90% വൃത്തികേടുകൾ ഇല്ലാതാകും.